ഇന്ന് നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടേ. സാധാരണ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ചക്കയുടെ ഉണ്ടാക്കും. വാഴയിലയിലോ ഇടനയിലയിലോ ഒക്കെ കനം കുറച്ച് പരത്തി വേവിച്ചെടുക്കൂലേ, അതുപോലെ. എനിക്ക് ഉച്ചവരെ അടുക്കളയിൽ പണിയുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് കഴിഞ്ഞ് എനിക്കിഷ്ടമല്ല, ഭയങ്കര മടിയാണ്. ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പക്ഷേ ഇവിടെ 4 മണിക്ക് ചായക്ക് കാര്യമായി എന്തെങ്കിലും വേണം. വയ്യാണ്ടായാലോ മടി തോന്നുമ്പോഴൊക്കെ ഇടയ്ക്ക് പുറത്തുനിന്ന് വാങ്ങും, പക്ഷേ എന്നും അത് പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ മടി പിടിച്ചൊരു ദിവസമാണ് ഇന്ന്. ഞാൻ വിചാരിച്ചു ഇതുപോലെ അങ്ങ് ചെയ്യാമെന്ന്. കാര്യം പരീക്ഷണമായിരുന്നെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് വരിക്കച്ചക്കയാണേ, അതുകൊണ്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് അരിപ്പൊടിയും കുറച്ച് പുട്ടിൻ്റെ പൊടിയും കൂടി ചേർത്താണ് ഞാൻ എടുത്തത്. അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചക്കയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ചേർക്കാം. നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കാൻ കുഴയ്ക്കുന്ന ആ ഒരു പാകം. ഇതിലെ ഫില്ലിങ്സിന് വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കരയും ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ചുക്കും 2-3 ഏലക്കയും ഇത്തിരി ജീരകവും പൊടിയാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുക്കാം. ഉച്ച വരെ ഒരു കുഴപ്പമില്ലാതെ കറങ്ങിയ സാധനമാണ്, ഇപ്പം അനങ്ങുന്നില്ല. മിക്സി വരെ പണി തന്നു തുടങ്ങി. ഇനി ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ മുകളിൽ വാഴയിലയിട്ട് എണ്ണ തടവിയിട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അധികം കനം കുറയ്ക്കണ്ട. ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് വയ്ക്കാം. ഒരെണ്ണം കൂടി ഇതുപോലെ പരത്തിയെടുക്കാം. ഇതിന് ആദ്യത്തെക്കാൾ ഇത്തിരി വലിപ്പം വേണേ. അതായത് ഇത് നമ്മളെടുത്ത് അതിൻ്റെ മുകളിലോട്ട് വെക്കുമ്പോൾ അത് കവർ ചെയ്തിരിക്കണം. കാര്യം മനസ്സിലായില്ലേ? ഇനി സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. മാവ് കുഴച്ച് ഒരു 10-15 മിനിറ്റ് വെക്കേണ്ടതായിരുന്നു. ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് അധികം സോഫ്റ്റ് ആയിരുന്നില്ല. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ.